हो जाएंगे तो खुद से ही हो जाएंगे दुआ. അപ്പോൾ ഈ കാണുന്നത് മദ്രസ എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. Please tell about Uzbekistan. Uzbekistan, very good. I am from India. My name is Mohammad Iqbal. Shahrukh Khan, Amitabh Bachchan, Mithun Chakrabarti, Amitabh Bachchan. Okay, you don't know this about Babar? World Heritage Cultural Center ആയിട്ട് സെലക്ട് ചെയ്ത സ്ഥലമാണ് UN. ഇത് 1417 ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഹായ്, ഇന്ന് നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? എന്തായാലും ഉണ്ടായിരുന്ന ഡ്രസ്സാണ്, ഇവിടുത്തെ ആരും ഉപയോഗിക്കുന്നുണ്ട് ഈ ഡ്രസ്സ്. അപ്പം നമ്മളിന്ന് ഇവിടുത്തെ ചരിത്രങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ തൊപ്പിയൊക്കെ വെച്ചു. ചരിത്ര സ്ഥലങ്ങളിലേക്കാണ്. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഗൈഡായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗൈഡിനൊന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഫസ്റ്റിൽ ആദ്യത്തെ ഒരു ചരിത്രപ്രധാനമായ സ്ഥലത്തേക്കാണ്. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇന്നത്തെ യാത്ര. അമീർ തിമൂറിൻ്റെ മക്ബറാസി, അതായത് അമീർ തിമൂറിൻ്റെ മക്ബറ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അമീർ തിമൂർ ഇവിടേക്ക് ഭരണത്തിലേക്ക് വന്നത്, ഇവിടേക്ക് കയറി പിടിച്ചത് തുർക്കിയിൽ നിന്ന് വന്നിട്ടാണ്. അപ്പോൾ ആ ആളുടെ മക്ബറാണ്. മക്ബറ മീൻസ് അതിൻ്റെ ഖബർസ്ഥാന് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം. അപ്പം അതൊരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആണത്. അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ സമയത്ത് ഒരുമിച്ച് ഭരിച്ചിരുന്ന ഇറാനിലെ പേർഷ്യയിലെ ഭരണാധികാരി അവിടുന്ന് കൊല്ലപ്പെട്ടിട്ട് ഇവിടത്തിൽ കൊണ്ടുവന്ന് വെച്ച മയ്യത്തുണ്ട്. അപ്പോൾ തിമൂറിൻ്റെ ഒറിജിനൽ ഖബറിൻ്റെ ഫോട്ടോ ആണ് കേട്ടത്. അതിലേക്കുള്ള എൻട്രൻസ് ആണ്. ഈ എൻട്രൻസ് ഇവർ ഇപ്പോൾ ക്ലോസ് ആണ്, ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. അവിടെ ദുരാചാരങ്ങൾ കാരണം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അവിടെ ഇപ്പം മുകളിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, മുകളിൽ ഉണ്ടാക്കി വെച്ചതാണ്. ഒറിജിനൽ ഖബറിൻ്റെ ഫോട്ടോ ആണ്. മിലിറ്ററി സ്റ്റുഡൻസുകളെ ഇത് കാണിക്കാൻ കൊണ്ടുവരികയാണ്. ഹിസ്റ്ററി മിലിറ്ററി സ്റ്റുഡൻസുകളാണ് ഇവിടെ. ചൈനക്കാരെ കൊണ്ട് പറഞ്ഞ മാതിരി തന്നെ വലിയ തൊപ്പിയൊക്കെ ആയിട്ട് പേടിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള നമ്മളവിടുത്തെ NIA ഡ്രസ്സ് മാതിരിയുണ്ട്. ഇത് രജിസ്റ്റർ ഹാൾ എന്ന് പറയും, രജിസ്റ്റർ സ്ക്വയർ എന്ന് പറയും, പിന്നെ വേൾഡ് കൾച്ചറൽ ടൂറിസം ക്യാപിറ്റൽ എന്ന് പറയും. അങ്ങനെ ഇതിന് ഒരുപാട് പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. സമർഖാന്ത് എന്ന് പറഞ്ഞ ഉസ്ബെക്കിസ്ഥാനിലെ സ്ഥലത്തിൻ്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത ഇത് തന്നെയാണ്. ഇതിൽ തിമൂറിൻ്റെ ഭരണകാലം ആണ് ഇവിടുത്തെ ഏറ്റവും സമർഖാന്തിൽ എണ്ണപ്പെടുന്ന സമയം. ഭരണത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ് ഇവിടെ വിപ്ലവങ്ങളും ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗങ്ങളും നടന്നത്. അപ്പോൾ ഈ കാണുന്നത് മദ്രസ എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. മദ്രസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ലോകത്തിൽ തന്നെ ഒരു പ്രധാന കേന്ദ്രമായി നിലനിർത്തിയൊരു സ്ഥലമാണ് തിമൂറിൻ്റെ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ ഇത് ആദ്യം തന്നെ ഉണ്ടാക്കി 1414 ഉണ്ടാക്കിയ ഒരു മദ്രസാണ്. ഇത് 17-ാം നൂറ്റാണ്ടിലാണ് ഇത് വരുന്നത്. മറ്റേതും 17-ാം നൂറ്റാണ്ടിലാണ്. അങ്ങനെ മൂന്ന് സെക്ഷനായിട്ടാണ് ഇതിൻ്റെ നിർമ്മിതിയുടെ ചരിത്രം. ദിസ് മദ്രസ, ബിഫോർ മദ്രസ, ഇൻസൈഡ് മദ്രസ. ഇപ്പോൾ ഇവിടെയൊക്കെ സൗനിയർ ഷോപ്പുകൾക്ക് ഓരോരുത്തർക്ക് കൊടുത്ത പോലെ തോന്നുന്നുണ്ട്. മുമ്പ് ഈ ഡോറുകളിൽ ഉള്ളിൽ കൂടെ കടന്നിട്ടാണ്. ഹായ്, അസ്സലാമു അലൈക്കും. കമ്മിങ്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള നിർമ്മിതിയുടെ ഭാഗങ്ങൾ.
ഇത് നമ്മൾ ഇതിൻ്റെ അതായത് മദ്രസാൻ്റെ ഉള്ളു ഭാഗങ്ങളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരില്ല, മിറ്റാരമ്പം അങ്ങനെ എന്തോ പറയുന്ന പോലുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ കാണിച്ച സൊവനീറിൻ്റെ റൂമുകളുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള പഠിക്കുന്ന കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് ഇത് 1417 ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്നും ഒരു കേടുപാടും കൂടാതെ ഈ നിർമ്മിതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ഇത് കൊടുക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ നടക്കുക. ഇവിടുത്തെ വേൾഡ് ഹെറിറ്റേജ് കൾച്ചറൽ സെൻ്ററായിട്ട് സെലക്ട് ചെയ്ത സ്ഥലമാണ് UN. അപ്പോൾ ഇവിടെ കുട്ടികളെ ഡെയിലി കൊണ്ടുവന്നിട്ട് ഇവർക്ക് കൾച്ചറൽ പ്രോഗ്രാംസ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇവരെ ചരിത്രങ്ങൾ നിലനിൽക്കുന്നത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇവിടെ അത് അന്നത്തെ ഭരണാധികാരികളുടെ ഡ്രസ്സിലുള്ള ആൾക്കാരൊക്കെയാണ്. വലൈക്കും അസ്സലാം, ഹൗ ആർ യു? നമ്മളിപ്പോൾ അവിടുന്ന് നേരെ പുറത്തിറങ്ങി വന്നു. ഇനിയുള്ള നിർമ്മിതി ഇത് 1717 നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് ഇതുണ്ടാക്കുന്നത്. അതിനുശേഷം 200-300 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നീടുള്ള തലമുറയിലെ ഭരണാധികാരികളാണ് ഇത് ജോയിൻ ചെയ്ത് ബാക്കി ഉണ്ടാക്കുന്നത്. ആദ്യത്തിലുണ്ടായിരുന്നത് നമ്മൾ കണ്ട അത് മാത്രമാണ്. ഇതും പിന്നീട് ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണ് ഇത് 3 എണ്ണത്തിൻ്റെ സ്ക്വയറായിട്ട് മാറുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ വരുന്നവർ സമർകാന്ത് എന്തായാലും വരണം. സമർകാന്ത് വരുന്നവർ ഈ ഹെറിറ്റേജ് സെൻ്ററായ മദ്രസ എന്ന് പറയുന്ന ഈ ഒരു ആശ്ചര്യകരമായ, അതായത് ചരിത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതും നമ്മളെ ഇന്ത്യയിലെ മുഗൾ രാജാക്കന്മാരുമായിട്ട് ബന്ധമുള്ള അതേ നിർമ്മിതിയുടെ അതേ ആർക്കിടെക്ചറിലായ ഈ സ്ഥലത്ത് നിർബന്ധമായിട്ട് വരണം, കാണണം, മനസ്സിലാക്കണം, അറിയണം. ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ ഇഷ്ടം പോലെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ്. അതിനവരിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഒരു പ്രത്യേക ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു എല്ലാ ഡീറ്റെയിൽസും ഇവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെനിക്ക് തോന്നുന്നു ഇവിടെ പള്ളിയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഇതിൻ്റെ ഇത് പള്ളിയാവാനാണ് സാധ്യത. ഇവിടെ ആയിരിക്കും നിസ്കാരത്തിനുള്ള സ്ഥലമായിരിക്കും. ഇത് ഖുത്തുബക്കുള്ള നമ്മളെ ഇതായിരിക്കും. അപ്പം ഇവിടെ ഇത് പള്ളിയായിട്ട് ഉപയോഗിച്ച സ്ഥലമാണ്. അപ്പം മദ്രസയിൽ പഠിക്കുന്നവർ വന്നു കഴിഞ്ഞാൽ ഇതാണ് നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന സമയത്ത് തന്നെ എന്തൊരു ഭംഗിയാണ്. നേരിട്ട് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നത് ഒരു വലിയ അതിശയം തന്നെയാണ്. ഈ ചെയ്തതൊക്കെ സെറാമിക് കട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. സെറാമിക്കും പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള വേറൊരു പെയിൻറ്റിങ് ഉണ്ട്. ആ പെയിൻറ്റിങ്ങിനോട് കൂടിയിട്ടാണ്. ഇത് ഗോൾഡ് കൊണ്ടും ഉള്ളതും ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ നമുക്ക് തോന്നുന്നില്ല അത് പെയിൻ്റായിട്ടാണ് തോന്നുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ ഇവർ ഇതേപോലത്തെ സോവനീഴ്സും വരെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും സെയിൽ ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ നിർമ്മിതികൾക്കോ ഇതുപോലത്തെ ചരിത്രങ്ങളുള്ള സ്ഥലങ്ങളിലോ ഇത്രത്തോളം ഇൻസൈഡിൽ ഉണ്ടാവാറില്ല. നമ്മൾ കംബോഡിയയിൽ പോയ സമയത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എവിടെ പോയാലും ഉണ്ടാവും, പക്ഷെ അത് അതിൻ്റെ വെളിയിലോ അല്ലെങ്കിൽ ഉള്ളിലാണെങ്കിൽ തന്നെ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ഇവരെ എല്ലാ നിർമ്മിതികളും എല്ലാ സെയിൽസിനുള്ള സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഇവർ വെച്ചത്. ഇവരുണ്ടാക്കുന്ന മാറ്റാണ്. ഇതുവരെ ഡ്രസ്സുകൾ ശരിക്കും ഉസ്ബെക്കിസ്ഥാനിൻ്റെ ഡ്രസ്സാണ് ഈ കാണുന്നത്. 1932 എന്തോ കാരണത്താൽ ഇതിൻ്റെ ആ സൈഡിലുള്ള സ്റ്റാൻഡ് നശിച്ചു പോയിട്ട് അത് രണ്ടാമതും ഇവർ ശരിയാക്കിയതാണ് ഈ കൊല്ലത്തിൽ. അപ്പം ഇവിടെ മസ്ജിദിൻ്റെ ഭാഗമാണ്. ഇത് മസ്ജിദും ഈ കാണുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മദ്രസകളും തന്നെ. ഇവിടെ അവർ മദ്രസയിൽ നിന്ന് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സ്ഥലം. ഇവിടെയും സെയിം തന്നെ, നിർമ്മിതിയിലൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങളൊക്കെ താജ്മഹൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
നമ്മൾ ഈ താജ്മഹലും നിങ്ങൾ ആഗ്രയിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരുപാട് നിർമ്മിതികൾ ഇതിനോട് കമ്പയർ ചെയ്യാവുന്നുള്ളൂ. ഇതിൽ വ്യത്യാസം എനിക്ക് കാണുന്നത്, ഇത് ഹുമയൂണ് ഉണ്ടാക്കിയ ഡൽഹിയിലെ ഇതിന് ഇതേപോലത്തെ സെറാമിക് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ താജ്മഹലിനൊക്കെ ഉപയോഗിച്ചത് നമ്മൾ പറയുന്ന മാർബിൾ എന്നാണ്. ഇതാണ് ഈ വാതില. ഇതുപോലത്തെ വാതിലകളൊക്കെ നമ്മൾ ഉണ്ടാവും, ഇത് മാറ്റി ഉണ്ടാക്കിയതായിരിക്കും എന്ന് വിചാരിക്കുന്നത് കണ്ടിട്ട്. അപ്പൊ ഇതുപോലത്തെ ഭാഗങ്ങളിലൂടെ 3 എൻട്രൻസുകളായിട്ടാണ് ഇതിന് ഉള്ളത്. നേരത്തെ പറഞ്ഞ അവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള വ്യൂവില് നമ്മളിത് 3 അടുത്ത് നിൽക്കുന്നതെന്ന് തോന്നും. പക്ഷെ ഇതാണ് ഇതിന്റെ ഗ്യാപ്പ് ഒന്നും തമ്മിലുള്ള. ഇത് നമ്മളെ താജ്മഹലിന്റെ ഭാഗങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതുപോലെയുള്ള നിർമ്മിതിയിൽ വ്യത്യാസം മനസ്സിലാവാറുണ്ട്. നിങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടോ? താജ്മഹൽ നമ്മൾ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിലല്ല നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്കത് തൂണുകളും കാര്യങ്ങളും ഒക്കെ മാറ്റങ്ങളായിട്ട് ഫീൽ ചെയ്യും. ഇപ്പം വെയിൽ ആ ഭാഗത്താണ്, നമ്മൾ പോയ ഭാഗത്താണ്. ഇതാണ് ഞാൻ പറഞ്ഞ 1417 നിർമ്മിച്ചതെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പോകുന്നത് 1700. അപ്പം 200 വർഷത്തോളം 300 വർഷത്തോളം ഗ്യാപ്പിലാണ് ഈ ഭാഗത്തത് ഉണ്ടാക്കുന്നത്. ഈ ഭാഗത്തതും ഇപ്പം നമ്മൾ പോയ മദ്രസേൻ്റെ പള്ളി ഉള്ള ഭാഗങ്ങളിലും. ഈ കാരണങ്ങളാണ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് ആൾക്കാർ, ടൂറിസ്റ്റുകൾ വേൾഡിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ യുനെസ്കോൻ്റെ നമ്മൾ പറഞ്ഞ പോലെ വേൾഡ് ഹെറിറ്റേജ് ആയി സെലക്ട് ചെയ്തപ്പം ഈ യൂറോപ്യൻസും മറ്റിതേപോലത്തെ ചരിത്രങ്ങളുടെ കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വിസിറ്റേഴ്സായിട്ട് വരുന്നുണ്ട്. അതല്ലാതെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല ടൂറിസ്റ്റ് സെക്ഷനായിട്ട് വരും എന്നുള്ളത്. കാരണം ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ ഫെസിലിറ്റികളൊക്കെ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. ഫ്രീഡം ഉണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് 1417 to 20 വരെ അത് ഉണ്ടാക്കി. ഇത് 1619 മുതൽ 1636 ഇടയിലാണ് ഇത് ഉണ്ടാക്കിയത്. ഇപ്പം വന്നാൽ ഞാൻ പറഞ്ഞു 1700 അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ 200 വർഷത്തിൻ്റെ ഏകദേശം വ്യത്യാസങ്ങൾ തന്നെയാണ് ഇതിനുള്ളത്. പക്ഷെ നമ്മൾ ആ 1417 ഉണ്ടാക്കിയതിൻ്റെ അത്ര ഫിനിഷിങ് ഇതിന് തോന്നുന്നില്ല. അത് റീസെറ്റ് ചെയ്തതാണോ എന്ന് അറിയില്ല. പക്ഷേ ഇതിനെക്കാട്ടിയും വൃത്തിയും ഭംഗിയൊക്കെ കാണുന്നതായില്ല. നമ്മളിപ്പോൾ 1619 39 വരെ ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്നിട്ടുള്ള 1417 to 20 വരെ ഉണ്ടാക്കിയ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ എടുക്കുന്നത്. ഇത് ഇതേപോലെ തന്നെ 1616 to 1636 കാലവർഷം. അന്നത്തെ പണ്ഡിതനായിട്ടുള്ള ആളാണ് ദ ഗ്രേവ് ഓഫ് ഖോജ മുഹമ്മദ് കൊത്താങ്കു. അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാനാണ് തോന്നുന്നത്. അപ്പം അത് ഇവിടുത്തെ ചിലപ്പോൾ പ്രധാനപ്പെട്ട അധ്യാപകനായിരിക്കാം. ഇതിലെ നിർമ്മിതിയിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ വല്ലതും മനസ്സിലായിട്ടുണ്ടോ? അവിടുത്തെ സ്റ്റെപ്പ് ശ്രദ്ധിച്ചങ്ങൾ, അവിടെ വളരെ കുറവ് സ്റ്റെപ്പേ ഉള്ളൂ. അതിൽ കുറച്ചുകൂടി കൂടുതലാണ് അവിടെ ഉള്ള സ്റ്റെപ്പ്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റെപ്പ് വളരെ ഹൈറ്റ് കൂടുതലാണ്. അപ്പം ഇവിടെ ശരിക്കും കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഹൈറ്റിൽ, ലാൻഡിങ് ഹൈറ്റിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി എന്തോ ഒരു ആർക്കിടെക്ചറൽ ഇഷ്യൂ ഉണ്ടാവും. കാരണം കണ്ടില്ല, ഇത് ഇത്രയും സ്റ്റെപ്പുകളാണ്. അവിടുത്തെ സ്റ്റെപ്പുകൾ വളരെ കുറവേ ഉള്ളൂ, അതിൽ കൂടുതലാണ് അവിടുത്തെ സ്റ്റെപ്പ്. പക്ഷെ നമുക്ക് അവിടെ നിന്നും നോക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല ശരിക്കും. അപ്പം അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ മെയിൻ ഹബ്ബായിരുന്നു ഇവിടെ എന്നാണ് പറയുന്നത്. ഇവിടെ ആയിരുന്നു ഇസ്ലാമിക വിദ്യാഭ്യാസങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുന്നത്തതാണല്ലോ ഇപ്പോൾ ഈ ഹിസ്റ്ററികൾ വരുന്നത്. അപ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മക്കയിൽ നിന്നും മദീനയിൽ നിന്നൊക്കെ വരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇവിടെ അതിൻ്റെ പ്രബോധനവും അതിൻ്റെ ആൾക്കാരും ആ സെയിം കാലഘട്ടത്തിൽ തന്നെ ഇവിടെ അതിൻ്റെ പഠന കാര്യങ്ങളും തൗഹീദും ഒക്കെ നടന്നിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്.
ഇതാണ് ഇവിടെ റെഡിയാക്കി വെച്ച സ്ട്രക്ചറൽ പ്ലാൻ കേട്ടോ. ഓക്കെ, കില്ലാക്കോറി മദ്രസ. അത് ഇതിൽ മറ്റൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഖുർആനും ഒക്കെ നമ്മൾ ഗിഫ്റ്റായിട്ട് വാങ്ങിക്കാറില്ല, ഒരു കറുത്ത കളറിൽ മക്കത്തെ ഇതുള്ള, അതേപോലെ ഇതേപോലെയും നമുക്ക് ഖുർആൻ്റെ ഇത് ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ ഖുർആനിൻ്റെ പാക്കിംഗ് ആക്കി വെച്ച പോലെ ഉണ്ട്. ശരിക്കും നിർത്തിയിട്ട് ഖുർആനിൻ്റെ ഉള്ളിൽ വരുന്ന പോലെ ഉള്ള ഒരു സ്ട്രക്ചറാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊന്നും പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇതേപോലത്തെ ഓരോരോ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കാണാൻ കഴിയാന്ന് പറഞ്ഞത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പം ആർക്കൊക്കെ ആ ഭാഗ്യങ്ങൾ കിട്ടുമോ, വരിക, കാണുക ജീവിതത്തിൽ. ഇതൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട്, ഇപ്പം എത്ര വർഷങ്ങൾ കഴിഞ്ഞു? ഏകദേശം 600-700 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. ഇവിടെ ഗാർഡനും ഇതേപോലെ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നുണ്ട്. ഇതിൻ്റെ ഭംഗി ഗാർഡനും കൂടിയാണ് ശരിക്കും. ഇതിൻ്റെ ആ ഒരു വ്യൂ കണ്ടില്ല നിങ്ങൾ? ഫുള്ള് ഗാർഡൻ്റെ മെയിൻ്റനൻസും ഉണ്ട് നമ്മളുടെ. ഇതേപോലൊക്കെ ഇപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. മുഗൾ സ്ട്രക്ചർ, അത് അവരെ സ്ട്രക്ചറൽ എൻജിനീയേഴ്സിൻ്റെ അതൊരു പ്രത്യേകത തന്നെ. ഇതിൻ്റെ ഭാഗമാണ് നമ്മൾ ആഗ്രയിലും കണ്ടത്. ഇതേ ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെ നമ്മളെ ഇവിടെ നമ്മളെ പ്രസിഡൻറ്റിൻ്റെ ഒരു സ്റ്റാച്ചു കാണുന്നുണ്ടല്ലോ നിങ്ങൾ? ഈ സ്റ്റാച്ചു സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊരു 5 കൊല്ലം മുന്നേ മരിച്ചുപോയി ആള്. അപ്പോൾ നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാന് ഇതായിട്ട് വന്നപ്പോൾ, രാജ്യമായിട്ട് തിരിച്ചു വന്നപ്പം ഇസ്ലാം കരീം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്, ഇസ്ലാം കരീം. അപ്പോൾ അദ്ദേഹമാണ് ആ വർഷത്തിന് ശേഷം, അന്ന് 1992 91 എന്നറിയില്ല, അന്ന് സോവിയറ്റ് യൂണിയൻ വിഭജിച്ച് ഉസ്ബെക്കിസ്ഥാൻ വന്ന കാലത്ത് അദ്ദേഹമാണ് ഇവിടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ പ്രസിഡന്റ് മരിച്ചിട്ട് ഒരു 5 വർഷമാണ് ആയത്. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ അതിലേക്ക് വന്നു. ഇവിടെ ശരിക്കും നമ്മൾ ഈ കൾച്ചറൽ എന്ന് പറഞ്ഞ പോലെ ഇഷ്ടം പോലെ സൗകര്യങ്ങൾ ആൾക്കാർക്ക് വരാനും ഇരിക്കാനും. ഇതേപോലെ ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ? ഇവിടുത്തെ ഗാർഡൻ്റെ വർക്കാരാണ് തോന്നുന്നത്. പിന്നെ അതേപോലെ ഇന്നലെ ഞാൻ വരുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മളെ നാട്ടിലെ തൊഴിലുറപ്പ് മാതിരി കുറേ ആൾക്കാർ ആ ഡ്രസ്സ് ഇട്ടിട്ട് സ്ത്രീകൾ ശരിക്കും റോഡ് സൈഡിൽ ഗാർഡനൊക്കെ ചെയ്യുന്നത് കണ്ടങ്ങൾ പേര് കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ആകെ ഇപ്പം സ്വാതന്ത്ര്യം വന്നതിന് ശേഷം, ഇവർക്ക് സോവിയറ്റ് യൂണിയനായിട്ട് പിരിഞ്ഞതിന് ശേഷം 2 പ്രസിഡന്റുമാരെ വന്നിട്ടുള്ളൂ. 5 വർഷം മുന്നേ വന്ന ഇപ്പോഴത്തെ പ്രസിഡന്റും. ഇത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇവർക്ക് ഫസ്റ്റിലുണ്ടായിരുന്ന പ്രസിഡന്റ് ഇസ്ലാം കരീമോവ്, ആളെ പേരാണ് ഇസ്ലാം കരീമോവ്. അപ്പോൾ ഇവിടെ സ്റ്റാച്ചു ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഇവരെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തെ, ലെനിൻ്റെ ഒക്കെ കാലത്തുള്ളത് പോലെ തന്നെ ഇവരിപ്പോഴും അത് പിന്തുടരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള നമ്മളെ അതിൻ്റെ വ്യൂ ആണിത്, മദ്രസിൻ്റെ ലോങ് വ്യൂ ആണ്. പക്ഷെ അതിനോട് ചേർന്നിട്ടുള്ള പാർക്കാണ് കേട്ടോ അത്. അതിനോട് ചേർന്നിട്ടുള്ള പാർക്ക് തന്നെയാണ്. I'm from India. My name is Mohammed Iqbal. My name is Umar. Okay, I have a YouTube channel. Okay, IQ Traveler Iqbal. Okay, please say Hindu. Okay, Hindu Salam, Uzbekistan Salam. Okay, okay, Ashish. Yes. मेरी तुमसे प्यार करता है दिला, मेरी तुमसे प्यार करता है. मैंने तुमसे प्यार करता है. Ben sizi sevemem diyen. Okay. Okay. Uzbekistan. Welcome Iqbal. Thank you. Samarkand. Welcome. Thank you. Thank you. Rahmat. 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 Not at all. Thank you. Thank you. Please tell about Uzbekistan. Uzbekistan, very good. You say about I am from India. Samarkand is the best. Place. This is the best place you can go in Asia. Okay, number 1. Uzbekistan, no problem. You speak Uzbekistan.
बिना का वजूद मेरा तुझसे जुदा कर हो जाएंगे तो खुद से ही हो जाएंगे दुआ तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो मेरा दर्द भी मेरी आशिकी अब तुम ही हो Thank you so much. Ella from Carla. India, Kerala. Carla. India. तेरे रहना मेरे रहना तेलंगाना चले जा ले जा हो thank you very much. This my friend Uzbekistan Samarkand. Yes. Name please. Omar. Your name? You study school, huh? Yeah. Study school. What about you know about India? India, what can I say? It's a very good country, beautiful, and I know this actor, some actors, Shahrukh Khan, Amitabh Bachchan, Mithun Chakraborty, Amitabh Bachchan. Okay, you don't know this about Babur? Babur, yes. Babur coming from Tashkent to India. Yes. Babur after Akbar. Akbar, Babur Mirza, Akbar, Babur Mirza. Safra. Okay. This all people is Mughal India. 500 year Ego. they rule. Okay, Uzbekistan good. India good? India, very good, bro. Okay, thank you.